ചേട്ടാ അതേപോലെ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളല്ലോ, ഗപ്പി ആയാലും ശരി, അമ്പിളി ആയാലും ശരി, അത് 2 സിനിമ ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ചെയ്ത സിനിമകളില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനിയും സിനിമകൾ വരാമല്ലോ. അപ്പം 2 സിനിമകളാണ് ഇപ്പോൾ, 2 പേരുടെ ലൈഫ്. ഇപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ ലൈഫായാലും ശരി, അതിനകത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒരു കോമൺ മാൻ, നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്, ഈ മനുഷ്യനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഗപ്പിയിലെ ശ്രീനിവാസൻ സാറിൻ്റെ കഥാപാത്രമായാലും ശരി, പറഞ്ഞ പോലെ അമ്പിളിയിലെ മറ്റേ അച്ഛൻ്റെ കഥാപാത്രമായാലും ശരി, മനസ്സിലായില്ല, അച്ഛൻ്റെ കഥാപാത്രം ശരി, ഭയങ്കര ഇമോഷൻ. നമ്മൾ എവിടെയൊക്കെയോ ആളുകളെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻസറിൻ്റെ കഥാപാത്രം നമ്മൾ എവിടെയൊക്കെ ഇപ്പം നമുക്ക് നമ്മുടെ കോമൺ ലൈഫിൽ എവിടെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാവണം എനിക്ക് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു നിർബന്ധമുള്ളത്. അല്ലാതെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് എഴുതി വരുമ്പോൾ ആ കഥാപാത്രം കുറച്ചുകൂടി എൻഗേജ്ഡ് ആവണം, പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവണം. നമ്മൾ കഥയ്ക്ക് വേണ്ടി മാത്രം കഥാപാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഈ പുള്ളിയുടെ പല ക്യാരക്ടർ. ഞാൻ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മിക്ക ഫ്ലാറ്റുകളുടെ അസോസിയേഷൻ പ്രസിഡന്റുമാരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. തോന്നാറുണ്ട്. കാരണം അതിൻ്റെ മ്യൂസിക് ആയാലും മ്യൂസിക് സിനിമ ബ്ലെൻഡ് ചെയ്യുന്ന രീതി. കാരണം ഇപ്പോൾ താങ്കൾ ചെയ്തിരിക്കുന്ന 2 പടങ്ങളാണ് ഇതിനു മുന്നേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പടത്തിന് ശേഷം നല്ല ഗ്യാപ്പ് എടുത്താണ് അടുത്ത പടം ചെയ്യുന്നത്. ഇപ്പം അതിന് ശേഷം നല്ല ഗ്യാപ്പ് എടുത്താണ് ഇപ്പോൾ ഈ പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രിപ്പറേഷന് വേണ്ടിയുള്ള ടൈമാണോ, അതോ താങ്കൾ എന്തുകൊണ്ടാണ് അത്രയും ബ്രേക്ക് എടുക്കുന്നത്? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം താങ്കളിൽ നിന്ന് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സമയം എടുക്കുന്നത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ സിനിമ വളരെ കുറച്ച് സമയം കൊണ്ട് എഴുതിയതാണ്. സമയം പിന്നെ ഹൃദയം കൊണ്ടാണ്, എല്ലാവരും ഹൃദയം കൊണ്ട് തന്നെ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം നമുക്ക്, ഇങ്ങനെ കുറച്ചുകൂടി കണക്റ്റ് ആവാം. ട്രെൻഡും അങ്ങനത്തെ ഒരു സാധനം മാത്രമാവണ്ട. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരോടും കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ സിനിമ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇമോഷൻ നിലനിൽക്കണ്ടേ, അതുകൊണ്ട് ചെയ്തതാണ്. ഓൾസോ മ്യൂസിക് ആണെങ്കിലും എന്താ ഇപ്പം പറയാം, ഇപ്പം താങ്കൾ ആദ്യമായിട്ടാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് താങ്കൾ ഇതിനകത്ത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മ്യൂസിക് കൂടെ ഓൾസോ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ കഴിഞ്ഞ 2 സിനിമയും വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സംഗീത കോളേജിൽ. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ സിനിമ എഴുതുകയെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഹാർമോണിയം പെട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഴുതിയ കൂട്ടത്തിൽ ചെയ്ത പാട്ടുകളാണ് ഇതെല്ലാം. ആ സീനുകൾ എഴുതുമ്പോൾ എനിക്ക് തോന്നിയ പാട്ടുകൾ, അല്ലെങ്കിൽ തോന്നിയ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ എഴുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിന് പാട്ടുകളായതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കഥ ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുക്ക പോയിട്ട് ഇത് മുഴുവൻ അയാളെ കൺവിൻസ് ചെയ്ത് ഇത്രയും പാട്ടുകൾ അയാളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര തിരക്കാണ്. അത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടിയുടെ സൗണ്ട് അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും, നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുക്ക പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമ്മൂക്ക ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം വന്നു, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പം എല്ലാവരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ, പക്ഷെ പറ്റിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് പറഞ്ഞപ്പോൾ ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു 2 വരിയിൽ എല്ലാവരിലേക്കും എത്തി. അതാണ് ദൈവാനുഗ്രഹം, ഭാഗ്യം.